എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഉള്ളവരും നമ്മൾക്ക് വീഡിയോ എടുക്കാൻ സാഹചര്യം ഒത്തു വന്നവരൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേരുണ്ട്, അവരെല്ലാവരും ഒന്നും ഇതിലില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഉദയുണ്ട്. അവളും എനിക്ക് എൻ്റെ കൂടപ്പിറപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ടീച്ചറും സുഹൃത്തും ഒക്കെയാണ്. അപ്പോൾ ഉദയം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ബ്ലൂപ്പേഴ്സും ഉണ്ട് കേട്ടോ. എൻ്റെ പേര് ബീന, ബിനിയുടെ രണ്ടാമത്തെ ചേച്ചിയാണ്. എന്താ പറയാനാ, അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആള് നല്ല രസികത്തിയാണ്. ചെറുപ്പത്തിൽ തൊട്ടേ കഥകളും കവിതകളൊക്കെ എഴുതാറുണ്ട്. മത്സരങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് പോകാറുണ്ട്. അന്ന് തൊട്ടേ ഒരു ഇതുണ്ട് ആൾക്ക് കഥ എഴുത്തിനോട്. പിന്നെ ഞങ്ങളുടെ വീട് രണ്ടാളുടെയും വീട് ഒരേ സ്ഥലത്താണ്, മുതുവറയാണ്. 1 കിലോമീറ്റർ അകലുള്ള ഞങ്ങളുടെ വീടുകൾ തമ്മിൽ. അപ്പോൾ അവളിപ്പോൾ വീഡിയോ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഞാൻ ഓരോ വീഡിയോ കാണുമ്പോഴും അവൾക്ക് അതിൻ്റെ കമൻറ്റ് ഇടാറുണ്ട്. അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ടൈലറിങ് ടീച്ചർ ആവാനുള്ള ഒരു കോഴ്സിനാണ് പഠിക്കാൻ പോയത്. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ച ഒരു തയ്യൽ മെഷീൻ മേടിച്ചു. ഞാൻ തുന്നലിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ആ മെഷീൻ പഠിക്കലാണ് പണി. വരുമ്പോൾ 4 സാധനങ്ങൾ 4 സ്ഥലത്താക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നാമത്തെ ആൾ മോള്. അവൾ കല്യാണം കഴിഞ്ഞ് വന്ന അവളും കുറച്ച് നാൾ തുന്നൽ പഠിക്കും. ഇപ്പോൾ എല്ലാ സംശയങ്ങളും ആളെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരുകയാണ് ചെയ്യണത്. അതേപോലെ പാൻറ്റുകളും അതൊക്കെ തയ്ക്കാൻ ആളെ എന്നെ പഠിപ്പിച്ചു തുടങ്ങി. ശരിയാ, ചുരി പാൻറ്റൊക്കെ തയ്ക്കാനായിട്ട് ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ അതുപോലെ എനിക്ക് ഡൗട്ടുള്ളതൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് ഡൗട്ടുള്ളതും അങ്ങോട്ട് ചോദിക്കും. പിന്നെ ഇങ്ങനെ അംബ്രല കട്ടിലൊക്കെ ഞാൻ മാളിന് ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ അതൊക്കെ പറഞ്ഞു. അതൊന്നും അറിയണ്ടെന്നില്ല, പഴയ മോഡലുകൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇവളാണ് പുതിയ പുതിയ മോഡലുകളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കോളർ വെക്കാനും ഒക്കെ അവൾ എന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് രഞ്ജിനി, എൻ്റെ ചേച്ചിയുടെ മോളാണ്. പറയും. ഹായ്, എൻ്റെ പേര് രഞ്ജിനി. ഞാനിപ്പോൾ MBA പഠിക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നിയൊരു ഐഡിയ ആയിരുന്നു ഒരു ചാനൽ. അങ്ങനെ ഞാൻ മാമോട് പറഞ്ഞു. മാമയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല, 2 വർഷം മുന്നേ തന്നെ മാമ ഫുൾ പ്ലാൻഡ് ആയിരുന്നു ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളും കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന നേരത്തെ കോള്. അപ്പോൾ ഉടനെ തന്നെ ആള് സൈക്കിൾ എടുത്തിട്ട് അപ്പോൾ അന്ന് തന്നെ നമ്മൾ തുടങ്ങി. അങ്ങനെ മാമയ്ക്ക് ഫുൾ സപ്പോർട്ടും. പിന്നെ അതിനുശേഷം ഞാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുറച്ച് മടിയൊക്കെ കാരണം ഞാൻ വീഡിയോ ഒക്കെ ഇടൽ കുറച്ച് നിർത്തി. പക്ഷെ വീഡിയോസ് ഒക്കെ ഇനി വരും. 2020 ആകുമ്പോഴേക്കും പുതിയ വീഡിയോ. ചാനൽ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് ഏത് വേണമെങ്കിൽ കിട്ടും. അങ്ങനെ ഒരു കുടക്കീഴില് എല്ലാ ഐറ്റംസും ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കി നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ആളുടെ ചാനലിലും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരാണ്. പിന്നെ മേമയും ആളും നന്നായി തന്നെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എല്ലാവർക്കും ബിനി ഭരത് എന്നുള്ള പേരിലാണ് അറിയാം. പക്ഷെ ഞങ്ങൾ എല്ലാവരും വിളിക്കുക മോളേമ്മ എന്നാണ്. 6ാമത്തെ മോളായതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കുറുമ്പും കുസൃതിയും കുട്ടിത്തരും എല്ലാ ഇതും കൂടിയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു മുതലാണ് ഇരിക്കുന്നത്. അപ്പോ നമ്മളെ കൂടെ കളിക്കും. ഇവിടെ നമ്മള് 11 പിള്ളേരുണ്ട്. അപ്പൊ എല്ലാവരും കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കളിക്കലും ഇവിടെ അടിപൊളിയാണ്. മാമന്റെ വീട്ടിൽ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ മക്കൾക്കായാലും അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിള്ളേരുണ്ട് നമുക്ക് കളിക്കാനാണെങ്കിലും. ഞാനും ആളും തമ്മിൽ വലിയ വയസ്സ് വ്യത്യാസം, ഒരു 6-7 വയസ്സ് വ്യത്യാസം ഉണ്ട് തോന്നുന്നുണ്ടല്ലേ. പക്ഷെ ഞങ്ങള് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സാണ്. കട്ടക്ക് എന്താ പറയാ, എല്ലാ തല്ലുകൊളിത്തരത്തിനും അതിനനുസരിച്ച് തന്നെ മാമി നമുക്ക് കൂട്ടി നിൽക്കാറുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് മാളൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് മേമ കുക്ക് ചെയ്യും നന്നായിട്ട്. അപ്പൊ മേമയുടെ ഒപ്പം നിന്ന് കുക്കറി ഷോ പോലെ ഇങ്ങനെ കുറച്ച് ഉപ്പിടുക, കുറച്ച് മുളകിടുക, വേപ്പിലിടാന്നൊക്കെ പറഞ്ഞ് മേമയോട് സംസാരിച്ചാണ് നിൽക്കും. അങ്ങനെ പിന്നെ അതിന് ശേഷം മേമയുടെ വീട്ടിലേക്ക് എനിക്ക് പോകാനായിട്ട് ഏകദേശം 1 കിലോമീറ്ററിൽ അടുത്താണ് നമ്മുടെ രണ്ടാളുടെയും വീട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ മേമ വീട്ടിൽ ഒരുപാട് ക്രാഫ്റ്റ് ഓരോന്ന് പുതിയത് പഴയ വീട്ടിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട സാധനങ്ങളിൽ ഉപേക്ഷിക്കേണ്ട സാധനങ്ങൾ കൊണ്ട് മേമ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ. ഈ ഇങ്ങനത്തെ ജീൻസ് ഞാൻ ബുക്ക് ചെയ്യും. എന്നിട്ട് അത് വെച്ച് ബാഗൊക്കെ ഉണ്ടാക്കും. പിന്നെ അതേപോലെ പഴയ തുണികൾ കൊണ്ട് ഒരു ചവിട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ മേമ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സമയത്ത് മേമ ജ്വല്ലറി മേക്കിങ് ഒരു പ്രാന്ത് തോന്നിയ സമയമുണ്ട്. മേമ ക്രൈസ് തുടങ്ങി അത് കുറെ ഉണ്ടാക്കി കുറെ പേർക്ക് സെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് മേമയുടെ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ മേമയ്ക്ക് എല്ലാ മേഖലയിലായാലും മേമയുടെ കഴിവ്, മേമയ്ക്ക് നല്ല കഴിവുണ്ട്. എഴുതും നന്നായിട്ട്. FBയിൽ കുറെ കാലം മേമ എഴുതിയിട്ടുണ്ട്. അത് നർമ്മത്തിലാണ് കൂടുതൽ എഴുതുക. അപ്പൊ എല്ലാവർക്കും അതിൽ വായിച്ചിരിക്കാനും ഇഷ്ടപ്പെടാനും ഒത്തിരി കണ്ടന്റ് ഉണ്ടാവാറുണ്ട്. അപ്പോ ഇപ്പൊ എഴുത്തിലായാലും അതേപോലെ കവിത എഴുതും,
പാപ്പയെ പറ്റി എന്താ അഭിപ്രായം? ഭരതൻ പാപ്പയെ പറ്റി എന്താ പറയാനുള്ളത്? ഭരതൻ പാപ്പേനെ തമാശയാണ്, കാരണം പാപ്പ ഭയങ്കര അടിപൊളിയാ. അങ്ങനെ പാപ്പ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് മാമിക്ക് ഓരോ വീഡിയോകളും, അല്ലെങ്കിൽ മാം എന്നെ നിർത്തി പോകേണ്ടത് ഈ പണിക്കൊന്നും നിന്നേനില്ല. കൂടുതൽ മാമി അതേപോലെ മാളുമാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവള് വോയിസ് ചെയ്യാനാണെങ്കിലും എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ പറഞ്ഞ് അവള് സഹായിക്കാറുണ്ട്. പിന്നെ ആദ്യത്തെ കുറച്ച് വീഡിയോ 4-5 വീഡിയോ ഒക്കെ ഞാൻ മാമയുടെ വീട്ടിലിരുന്ന് ചെയ്തിട്ടുള്ളത്. ഭരത് എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ, പക്ഷെ ഞങ്ങളൊക്കെ വിളിക്കാം മോളേമ്മ എന്നാണ്. ചെറുപ്പം മുതലേ മോളു എന്ന് വിളിച്ചതുകൊണ്ട് 6ാമത്തെ കുട്ടി ആയതുകൊണ്ടും അതിൻ്റെതായ എല്ലാ കുറുമ്പും വാശിയും തൊരടിത്തരും എല്ലാ തല്ലുകൊളിത്തരും ഒക്കെ ചേർന്നിട്ടാണ് മേമ്മ വളർന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ മോളേമ്മ അങ്ങനെ ഞാന് എൻ്റെ അനിയന് 2ാമത് അനിയൻ ഉണ്ടായ സമയത്ത് ഞാൻ ഇവിടെയായിരുന്നു കുറച്ചു കാലം. അപ്പൊ ആ സമയത്ത് ഞാൻ മേമയുടെ കൂടെ, മേമ നന്നായി കുക്ക് ചെയ്യായിരുന്നു. അപ്പൊ മേമയ്ക്ക് ഒരു 17-16 വയസ്സ് അത്രേ ഉണ്ടല്ലോ. ആ സമയത്ത് മേമ നന്നായി കുക്ക് ചെയ്യും. എനിക്ക് ഒരു 5-6 വയസ്സുള്ള ആ സമയത്താണ് മേമയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവളെന്നെ കല്യാണം മുടക്കാൻ നോക്കിയിട്ടുള്ള ആളാണ് കേട്ടോ. കാരണം ഇവള് സ്കൂളിൽ ചേരാനായിട്ട് പൊറനാട്ടുകര എച്ചൂടെ പിടിച്ച് വലിക്കുന്നുണ്ട്, എനിക്കൊരു വലിവ്. അപ്പോൾ പൊറനാട്ടുകര ആശ്രമം സ്കൂളിൽ ചേരാൻ ചെന്നപ്പോൾ ഇവള് പറഞ്ഞു, മോളുമ്പോ കല്യാണം കഴിക്കാൻ പോണ ചേട്ടല്ലേ ഭരതൻ, ആളൊരു കുട്ടീനെയും കൊണ്ട് ഒരു ഭാര്യയും കുട്ടിയും കൂടി സ്കൂളിൽ ചേർത്താൻ കൊണ്ടുവന്നിട്ടുണ്ട്, അഡ്മിഷന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കല്യാണം മുടക്കാൻ നോക്കിയിട്ടുള്ള ആളാണ്. ഓർമ്മയില്ല, പക്ഷെ ഞാൻ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും കൂടി വരും ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൊത്തം കുട്ടികള് ഒരു 11 പേരുണ്ട്. അപ്പൊ എല്ലാവരും കൂടി വരുമ്പോ മേമ ഫുഡൊക്കെ ചിലപ്പോ ബിരിയാണി ഉണ്ടാക്കും, ചിലപ്പോ ചിക്കൻ കറി വെക്കും. അങ്ങനെ മേമ ഓരോ പരീക്ഷണങ്ങള് പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ മേമ ഉണ്ടാക്കും. നല്ല ടേസ്റ്റി ആവാറുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ. എല്ലാവിധ ആശംസകളും മേമയ്ക്ക്. ഓക്കെ, ഒരു ഫോട്ടോ. അപ്പോൾ ഇതാണ് അമ്പിളി ചേച്ചി. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ, നല്ല കൈപ്പുണ്യുള്ള ആളാണ് കേട്ടോ. നല്ല അടിപൊളി കുക്കിംഗ് ആണ്. അപ്പം ഞാൻ എൻ്റെ ചിക്കൻ കറി ഇല്ലേ, മൺചട്ടിയിലെ ചിക്കൻ കറി, അതൊക്കെ ഇങ്ങോട്ട് സ്വന്തം റെസിപ്പിയാണ്. പിന്നെ എന്താ പറയുക, മാത്സ് ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പം എനിക്ക് ബേസിക്സ് ഒക്കെ പഠിപ്പിച്ച ആളാണ്. പിന്നെ അതുപോലെ അത്യാവശ്യം കഥ, കവിത, ഞാൻ 5-ലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഡിറ്റക്റ്റീവ് കഥകൾ എഴുതിയുള്ള ടീമുകളാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ കവിതയൊക്കെ എഴുതിയിട്ട് ആൾക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് അമ്പിളി, ബിനിയുടെ 3ാമത്തെ ചേച്ചിയാണ്. ഞാൻ തന്നെയാണ് ഈ തറവാട്ടിൽ നിൽക്കണ ചേച്ചിന് അവളെ പറ്റി പറയുകയാണെങ്കിൽ കഴിയില്ല, ഒരു നീണ്ട തിരക്കഥ തന്നെയാണ്. ഇപ്പോൾ അവളെ ചാനൽ സത്യം പറഞ്ഞാൽ ഞാൻ കാണാറില്ല, എനിക്കധികം സമയം കിട്ടാറില്ല, അത് സത്യം. നല്ല ബിസിയാണ്. ഇപ്പൊ ഈ പറമ്പ് പാട കാര്യങ്ങൾ, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും, ജോലിക്ക് പോകുന്നുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റിയില് പാരലീഗൽ വളണ്ടിയറായിട്ട് ഞാൻ ജോലി ചെയ്യാണ്. അപ്പൊ അത് അതിന്റെ കുറെ സേവന സന്നദ്ധയായിട്ടുള്ള ആളാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ സഹായം എത്തിക്കണം, നിയമസഹായം എത്തിക്കലാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ ഫീൽഡിൽ കുറെ വർക്കുകൾ ഞങ്ങൾക്കുണ്ട്. അപ്പം അതിൻ്റെ ഭാഗം പിന്നെ പറമ്പ് പാടം കൃഷിയോട് എനിക്ക് നല്ല താല്പര്യമാണ്. പറമ്പ് പാടം കൃഷി, 1 ഏക്കർ നെൽകൃഷിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നോക്കി നടത്തുന്നത് ഞാൻ തന്നെയാണ്. അപ്പം എൻ്റെ ഭർത്താവ് ആൾക്കതിനൊന്നും നേരം കിട്ടാറില്ല, അപ്പോൾ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യാറ്. പിന്നെ അവളുടെ കാരണം യൂട്യൂബ് ചാനലൊന്നും അത്യാവശ്യം കുറച്ചൊക്കെ ഞാൻ കാണാറുള്ളൂ. മാളു നല്ല മിടുക്കത്തി കുട്ടിയല്ലേ. എനിക്കാണെങ്കിൽ 2 ആൺപിള്ളേരാണ്. കാരണം ആൺപിള്ളേരുള്ള ആയ കാരണം പെൺകുട്ടികളൊക്കെ നല്ല ഇഷ്ടമാണ്. മാളുവിനെയൊക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക്. പിന്നെ മോള് വന്നു കഴിഞ്ഞാൽ മോളൂന്ന് ഞങ്ങൾ വിളിക്കാവളേനെ, അവള് വന്ന ഒരു രസമാണ്. അപ്പൊ കുടുംബശ്രീയുടെ ഒരു കഥാരചന മത്സരം ഉണ്ടായിരുന്നു. അതിന് ജില്ലാ തലത്തില് 2nd പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ കഥ തന്നെയാന്ന് പറഞ്ഞു. സ്വന്തം കഥ, എന്റെ സ്വന്തം കഥ. അതെ. അപ്പൊ അങ്ങനെ ഒരു കഥ എഴുതിയിട്ടാണ് ആൾക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആളൊക്കെ എഴുതണ കണ്ടിട്ട് തന്നെയാണ്. നിമിഷ കവിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രോജക്റ്റ് വർക്കിനൊക്കെ പെട്ടെന്ന് തന്നെ ആള് കുറേ കവിതകളൊക്കെ, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് കവിത എഴുതിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആൾക്ക് എന്താ പറയാന്ന് നോക്കാം. ഹായ്, എൻ്റെ പേര് അമ്പിളി, ഞാൻ ബിനിയുടെ ചേച്ചിയാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്താള് പോളിടെക്നിക്കിന് പഠിക്കുന്നു, ചെറിയ ആള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാളുവിന്റെ പ്രായമാണ് കേട്ടോ. മാളുവിന്റെ കസിൻ അദ്വൈത് എന്ന് പറഞ്ഞില്ലേ ഇന്നാള്, ആ കസിൻ അദ്വൈത് ഇവളുടെ മോനാണ്, 2ാമത്തെ. രണ്ടാളും പഠിക്കുന്നു. ഞാൻ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പാരാലീഗൽ വളണ്ടിയറായിട്ട് 4 വർഷമായി ജോലി ചെയ്തു വരികയാണ്. ഒരു സേവന സന്നദ്ധതയുള്ള ഒരു ജോലിയാണ്. അപ്പൊ അതിന് 100% ആള് ആക്റ്റാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ നിയമസഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പൊ അതിന്റെ ഹെഡ് ഓഫീസിലാണ് തന്നെയാണ് ഓഫീസ് വർക്കാണ്. പിന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒരുപാട്
അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ ഇവിടെ നാട്ടിലും നല്ല സേവന സന്നദ്ധതയാണ്. ഇവിടെ അമ്പിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുവിധം അത്യാവശ്യം പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ എത്തിപ്പെട്ടത്. കെൽസന്ന് തെരഞ്ഞെടുത്ത് ഞാൻ ഡൽഹി വരെ കെൽസ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് പോകാൻ പോയി. അവിടെ ഒരു നല്ല പാരാലീഗൽ വളണ്ടിയറായിട്ട് കെൽസ തെരഞ്ഞെടുക്കുകയും ഡൽഹിയിലേക്ക് പോകാൻ ഫ്ലൈറ്റിൽ പോകാനുള്ള അവസരം എനിക്ക് കിട്ടി. അപ്പൊ ഇത് കഴിഞ്ഞ ജോലി കഴിഞ്ഞ ലീവ് സമയം കിട്ടാറില്ല ആൾക്ക്. എന്നാലും ഒഴിവുള്ളപ്പോ നോട്ടിഫിക്കേഷൻ ഒക്കെ പിള്ളേര് മുക്കാന്ന് പറഞ്ഞത് അങ്ങനെ ആരോപണം കേൾക്കാണ്ട്. അപ്പൊ എന്നാലും ആള് കാണാറുണ്ടല്ലോ ചാനൽ കാണാറുണ്ട്. ഞാൻ കാണുമ്പോ ഇടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്. അപ്പൊ ഇവിടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നല്ല സ്നേഹമുള്ള നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. നാട്ടിൽ മുഴുവൻ തെറ്റി തിരിച്ച് നടക്കാനാണ് എന്റെ പണി. അതുകൊണ്ട് ഞങ്ങൾ അതിനങ്ങനെ ജീവിക്കുന്ന പിള്ളേരല്ല. ഇടയ്ക്കിടയ്ക്ക് വിലകളെ പറ്റി അന്വേഷിക്കാറുണ്ട്. പിന്നെ അച്ഛനും അമ്മയിലും അങ്ങനെയാണ് നമ്മൾ. എന്റെ പേര് അംബിക. ഞാൻ ബിനിയുടെ ചേച്ചിയാണ്. ഞാൻ പോലീസിൽ വർക്ക് ചെയ്യണു. തൃശ്ശൂർ ടൗണിൽ തന്നെ, ടൗണിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യണത്. ഹസ്ബൻഡും പോലീസാണ്. 2 പെൺകുട്ടികളാണ്. മൂത്താള് 9ാം ക്ലാസ്സിൽ പഠിക്കണു, ചെറിയ ആള് 6ാം ക്ലാസ്സിൽ പഠിക്കണു. വീട് അക്കരപ്പുറം, മാടക്കത്ര അടുത്തുള്ള സ്ഥലമാണ് അക്കരപ്പുറം. അവിടെയാണ് താമസം. ചാനലൊക്കെ കാണാറുണ്ട്? ഓ, ചാനല് കാണാറുണ്ട്. സമയം കിട്ടല് കുറവാന്ന് മാത്രം. കാണാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പൊ എന്താ അഭിപ്രായം? നല്ല ചാനൽ. ഇനി വളരെ സ്മാർട്ടാണ്. എല്ലാ കാര്യങ്ങളും നല്ല ഭയങ്കര, അതായത് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കണ കാര്യമാണെങ്കിലും ആർട്ടാണെങ്കിലും എല്ലാം ആള് ഭയങ്കര എഫിഷ്യന്റ് ആണ്. കഥ, കവിത, പിന്നെ പാചകം, എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടായതാണ്. അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കോടെ പെട്ടെന്ന് ചെയ്യും. ഭയങ്കര നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ ആള് പെട്ടെന്ന് ഓരോ ഐഡിയകൾ കണ്ടെത്തും. അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ആള് വിജയിച്ച് എല്ലാ കാര്യങ്ങളിലും എന്തിനും മുന്നിട്ടിറങ്ങിയാലും വിജയം കൈവരിക്കുന്ന ഒരാളാണ് ബിനി. അനീറ്റ് കൂടിയാണ്, അത് കാരണമാണ്. എൻ്റെ പേര് അഞ്ജന. ഞാൻ മാളുവിൻ്റെ സെയിം ഏജ് ആണ്. ഞാൻ 9th-ലാണ് രണ്ടുപേരും പഠിക്കണത്. അപ്പം മോളമ്മയുടെ വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട്, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. അപ്പം മോളമ്മ എന്ന് വെച്ചാൽ ക്രാഫ്റ്റൊക്കെ നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് പ്രൊജക്റ്റിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ വരുമ്പോൾ കുറേ പാവകളാൻ ഉണ്ടാക്കും, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ചാർട്ട് വർക്ക് അങ്ങനെയൊക്കെ നല്ല ഇതിലുണ്ടാക്കും. ക്രാഫ്റ്റൊക്കെ ഭയങ്കര ഇതാണ്. ഈ പൗഡറിൻ്റെ പെട്ടിയൊക്കെ വരുമ്പോൾ ഒക്കെ മുറിച്ച് പെൻ ഹോൾഡർ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതൊക്കെ DIYയിൽ എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ വിചാരിക്കണം. മോളമ്മ നല്ല കണ്ടന്റ് ആണ്, എനിക്ക് ഇഷ്ടമാണ്. ചാനൽ മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളത്. നമ്മുടെ ചാനലിൽ കുറേ കുക്കിംഗ് വീഡിയോസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നല്ല കുക്കാണ്. എനിക്ക് നല്ല ടേസ്റ്റിൽ ഫുഡ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു വെണ്ടയ്ക്ക. മോളമ്മ ഉണ്ടാക്കി തരാണെങ്കിൽ ഞാൻ കഴിക്കും. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി തരും. ഫുഡ് ഭയങ്കര രസത്തിലുണ്ടാക്കും. ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാട്ട് പാടും. നീ പാട്ട് പാടാൻ അറിയാം. അതിനത് ചിരിക്കണത്? ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ? ഇല്ല. ഏത് പാട്ടാ പാടാ? ഹായ്, എൻ്റെ പേര് ബിജിരാജ്. ഞാൻ ബിനിയുടെ ചേട്ടനാണ്. ഇവിടെ ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലി വൈഫും മോനും കൂടെ ഇവിടെ 16 കൊല്ലമായി ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ്. ഒരു കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണു. പിന്നെ വീഡിയോസ് ചിലതൊക്കെ കാണാറുണ്ട്. എല്ലാ വീഡിയോസും അങ്ങനെ കാണാറില്ല. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. വീഡിയോസ് ബിനി അയച്ചു തന്നെ ലിങ്ക് അയച്ചു തരുന്ന വീഡിയോസൊക്കെ കാണാറുണ്ട്. നല്ല വീഡിയോസാണ്. നല്ല അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഇഷ്ടപ്പെടുക. ഓക്കെ, താങ്ക്സ്. ഹലോ, ഞാൻ ബിജിരാജൻ്റെ മോനാണ്. എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ പഠിക്കുന്നത് 3ലാണ്. എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. എൻ്റെ അമ്മ ജോലി ചെയ്യുന്നത് സ്കൂളിലാണ്, അഡ്മിനിസ്ട്രേറ്റർ. എൻ്റെ സ്കൂള് ഇന്ത്യൻ സ്കൂൾ. താമസിക്കുന്നത് ബഹ്റൈനിലാണ്. I am Niranjan. I am studying in 3rd C. I am studying in the Indian school. Father's work is in Zohal. He's an engineer, electrical engineer. My mother is working in a school, talent school. She is not a teacher. She is an administrator. ഇതാണ് ഉദയ. എനിക്ക് ചാനൽ തുടങ്ങാൻ നല്ല സപ്പോർട്ടീവായിരുന്ന ആളാണ്. നമസ്കാരം, എൻ്റെ പേര് ഉദയ. ഞാനിപ്പോൾ ഉള്ളത് ഒരു ആഫ്രിക്കൻ കൺട്രിയായ ബോട്സ്വാനയിലാണ്. ടീച്ചറാണ്. ബിനിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അതിനി ബിനി പറയും. ഞാനും ബിനിയായിട്ടുള്ള പരിചയം ഞങ്ങൾ +2-ൽ 2 വർഷം ഒരുമിച്ചായിരുന്നു. +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടുപേരും 2 വഴിക്കാണ് പോയത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ഒരു റെഗുലറായിട്ടുള്ള കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ
കുറച്ച് നാൾക്ക് ശേഷം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളിപ്പോഴും അതിൻ്റെ ആ ഡെപ്തോടു കൂടി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലെ ഓരോ അപ്ഡേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിനി ചാനൽ തുടങ്ങിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരുപാട് സ്കിൽസ് ഉള്ളൊരു വ്യക്തിയാണ് ബിനി. ഒരുപാട് പോസിറ്റീവ് വൈബ്സ് ചുറ്റുമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് ഇങ്ങനെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചാനലിന് ഇനിയും കൂടുതൽ സക്സസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിനിക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിനിയായിട്ടുള്ള എൻ്റെ കൂടുതൽ ഓർമ്മകളും ഞങ്ങൾ തമ്മിലുള്ള പഠിക്കുന്ന ഒരു ഇതാണ്. അത് ഞാൻ വലിയ ടീച്ചറായി ആക്ട് ചെയ്ത് ബിനീനെ പഠിപ്പിക്കുന്നത് 2 വർഷവും കണ്ടിന്യൂ ചെയ്ത് പോന്നിരുന്നു. അതിനുശേഷം ബിനിക്ക് അതിൽ നിന്ന് വല്ല എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടിയോ എന്നുള്ളത് ബിനിയോട് തന്നെ ചോദിക്കണം. അതെനിക്കറിയില്ല. പിന്നെ ബിനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒരുപാട് നർമ്മം കലർത്തിയുള്ള സംസാരമാണ്. എന്ത് കാര്യം, എത്ര വിഷമമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ആളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് തമാശയുടെ രൂപത്തിലാണ്. എല്ലാ സംസാരവും ആ രീതിയിലാണ്. അതിപ്പോൾ നമുക്ക് വീഡിയോസിലും കാണാൻ പറ്റും. ബിനി സംസാരിക്കുന്നത്, പിന്നെ മൂവീസിലുള്ള കോഡ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് വെച്ച് തമാശയിലൂടെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ആൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളിവിടെ വീട്ടിൽ എല്ലാവർക്കും ബിനീനെ അറിയാം. ചെറിയ മോൻ പോലും ബിനിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. ചെറിയ മോൻ അവനായാലും ഞങ്ങൾ ഒരു പേര് വെച്ചിരിക്കുന്നത് ബിനിയോട് വലിയ സ്നേഹത്തോടെ ഒരു പേര് ഇവിടെ വെച്ചിരിക്കുന്നത് ബിനിക്കുട്ടി എന്നാണ്. ഞങ്ങൾക്ക് ബിനിക്കുട്ടി എന്ന് പറയും. അങ്ങനെയാണ് ബിനിയാണ് എൻ്റെ ടീച്ചിങ് സ്കില്ലിനെ ടോട്ടലി എടുത്ത് പുറത്ത് കൊണ്ടുവന്നത്. ഇതെൻ്റെ മോനാണ്. അവന് ബിനീനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇടയ്ക്ക് മോൻ ഉമ്മയൊക്കെ കൊടുക്കുന്ന വോയിസ് മെസ്സേജൊക്കെ അയക്കും. അവന് വലിയ ഇഷ്ടമാണ് ബിനീനെ. ഇതെല്ലാ വീഡിയോസും കാണാറുണ്ട്. എല്ലാ വീഡിയോസും കണ്ട് ബിനീനെ അഭിപ്രായങ്ങൾ എപ്പോഴും അറിയിക്കാറുമുണ്ട്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എനിക്ക് തോന്നുന്ന കമൻസ് ഞാൻ കൃത്യമായി ബിനീനെ അറിയിക്കാറുണ്ട്. അപ്പോൾ ബിനി ആൻറ്റിയോട് പറയൂ. കുറച്ചിറങ്ങി നീ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇറങ്ങിക്കാൻ ആക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ബിനി ഭാരത് എന്നുള്ള പേരാണ് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ മോളേമ്മയാണ്. മോള് എന്നാണ് ചെറുപ്പം മുതലേ മേമനെ വിളിച്ചിരുന്നത്. അപ്പൊ എല്ലാവരും മോളേമ്മ എന്ന് ഞങ്ങളത് വിളിച്ച് ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. സാഗർ എന്ന മിത്രത്തെ നിങ്ങൾക്ക് അറിയൂ, ജാക്കി എന്ന ശത്രുവിനെ